ആളൂർ പറമ്പി റോഡിന് സമീപമുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. സംസ്ഥാന പാതയായ കൊടകര കൊടുങ്ങല്ലൂർ റോഡിലെ പറമ്പി റോഡ് കനാൽ പാലത്തിനോട് ചേർന്നാണ് അപകടം പതിയിരിക്കുന്നത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലാണ് ആളൂർ പറമ്പിന് റോഡിന് സമീപം കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത മുറിച്ചു കടന്നു പോകുന്നത്. 10 അടിയോളം താഴ്ചയുള്ളതാണ് കനാൽ. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിനോട് ചേർന്ന് കനാൽ ബണ്ട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാത്തത് തുടർച്ചയായി അപകടങ്ങൾക്കിടയാക്കുന്നതായി പ്രദേശവാസിയായ ഷാജി പറഞ്ഞു. വണ്ടിയെടുത്ത് പുറത്തേടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇതേപോലെ തന്നെ സംഭവം ഉണ്ടായിരുന്നു. 2 യുവതികൾ കനാലിലേക്ക് വീണുണ്ടായിരുന്നു. ഇപ്പോഴും അവർ അപകടത്തിൽ നിന്നും മോചിതരായിട്ടില്ല. ഇപ്പോഴും അവിടെ കിടക്കാണ്. ഇനിയും ഇതുപോലെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലെ ബാരിക്കേഡ് വെച്ച് കിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരു അപകടം, വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഒരുപാട് മെമ്പറും അതുപോലെ നാട്ടുകാരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പരാതി കൊടുത്തിട്ടും അധികൃതർ ഇതും കണ്ണടച്ച് ഉണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടെത്താനായിട്ട് പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ സ്കൂട്ടർ കനാലിൽ വീണ യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റു. 1.5 വർഷം മുൻപും സമാന രീതിയിലുള്ള അപകടം ഇവിടെ നടന്നിരുന്നു. പാലത്തിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നത്. രാത്രിയിൽ ഇവിടെ വെളിച്ചം കുറവായതിനാൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കാനിടയുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാൽനടക്കാർക്കും ഇവിടെ കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാം. ആഴവും ഒഴുക്കും കൂടുതലുള്ളതിനാൽ നിറയെ വെള്ളമുള്ള സമയത്ത് കനാലിൽ വീണാൽ മരണം വരെ സംഭവിക്കും. പാലത്തിനോട് ചേർന്ന് കനാലിലേക്ക് തുറന്നു കിടക്കുന്ന ഭാഗത്ത് റെയിൽ ഗാർഡ് പോലുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചാൽ അപകട സാധ്യത ഒഴിവാക്കാനാകും. 1.5 വർഷം മുൻപ് 2 യുവതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കനാലിൽ വീണ സമയത്ത് നാട്ടുകാരും ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും സ്ഥലപരിശോധന നടന്നതല്ലാതെ തുടർ നടപടിയുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും അപകടം സംഭവിച്ച സാഹചര്യം മുൻനിർത്തി എത്രയും വേഗം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരോടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു.